എല്ലാവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഇന്ന് കമ്പനി ബോർഡ് LGSന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ മാത്സ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. 2 + 2 × 2 + 2 × 2 - 2 + -2 ഇതാണ് ചോദ്യം. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോട്ട്മാസ് നിയമം, ഒരു ബോട്ട്മാസ് റൂളുണ്ട്. അതിന് പ്രകാരമേ അത് ചെയ്യാവൂ. ബോട്ട്മാസ് റൂൾ എന്താണെന്ന് പറയാം. ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷന്, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അത് ആ ക്രമത്തിൽ വേണം അത് ചെയ്യാൻ. ഇപ്പം ഇവിടെ ബ്രാക്കറ്റ് ഉള്ളത് ഏതിനൊക്കെയാണ്? 2 - 2. അത് ബ്രാക്കറ്റ് 2 ന്ന് 2 പോകെ എത്രയാണ്? 0. പിന്നെ ഇവിടെ എന്തുവാ? 2 × 0. ആദ്യം ആ ടൈം ചെയ്തു. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ഉള്ള, പിന്നെ ഡിവിഷനും ഒന്നുമില്ല ഇതിൽ. മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ 2 × 2 അതും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ചിഹ്നം കൊടുക്കുക പ്ലസ്. പിന്നെ ഇവിടെ എന്താ ഉള്ള? ഒരു +-2 ഉണ്ട്. പിന്നെ ഇവിടെ ഒരു 2+ ഉണ്ട്. ഇനി നമുക്ക് ഈ 2 × 0 മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് ചെയ്യുക. 2 × 0 ആ ടൈം എന്തുമായി പോകും? 0 ആയി പോകും. പിന്നെ ഇവിടെ റൈറ്റിലോട്ടൊരു +-2 ഉണ്ട്, ലെഫ്റ്റിലോട്ടൊരു 2 + 4 ഉണ്ട്. പ്ലസ് ഇവിടെ അതായത് 2 + 4 + -2. 2 + 4 എന്ന് പറയാൻ 6. 6 + -2 എന്ന് പറഞ്ഞാൽ 6 - 2 വരും, 4 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബോട്ട്മാസ് നിയമം അനുസരിച്ച് ചെയ്യുക. 2 + 2 × 2 + 2 × 2 - 2 + -2. ബോട്ട്മാസ് നിയമം എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഈ ക്രമത്തിന് വേണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സിംപ്ലിഫൈ ചെയ്യാൻ വന്നാൽ ചെയ്യാം. ഇവിടെ ബ്രാക്കറ്റ് ആദ്യം ചെയ്യുക. 2 - 2 എന്ന് പറഞ്ഞാൽ 0. അതിൻ്റെ വാല്യൂ ഇവിടെ 2 × 0. പിന്നെ ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ് എടുത്താൽ 2 × 2. അത് മൾട്ടിപ്ലൈ ചെയ്യുക 4. പിന്നെ ഇവിടെ എന്തുകൊണ്ട്? ഒരു 2+ ഉണ്ട്, ഇവിടെ ഒരു +-2 ഉണ്ട്. അത് എഴുതുക. പിന്നെ അപ്പോൾ ഈ ടേം അങ്ങ് 0 ആയിപ്പോവും. 2 × 0 0. പിന്നെ ഇവിടെ എന്തോ ഉള്ള 4 ഉണ്ട്, ഒരു +2. 2 + 4 ഉണ്ട്, ഇവിടെ ഒരു +-2 ഉണ്ട്. 2 + 4 എന്ന് പറഞ്ഞാൽ 6. 6 + -2. രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളുള്ള സംഖ്യകൾ ക്രിയേറ്റ് ചെയ്യാമെന്ന വലിയ സംഖ്യയെന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടും. 6ൽ നിന്ന് 2 കുറയ്ക്കുക 4. 6 വലിയ സംഖ്യ, അതിൻ്റെ ചിഹ്നം പോസിറ്റീവ്. 4 വരും. ഇനി നമുക്ക് 2, 5, 9 എന്ന എക്സെട്ര ഇങ്ങനെ പോകുന്ന സംഖ്യാശ്രേണിയിൽ 10ാം പദവും 9ാം പദവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് നമുക്ക് എഴുതി നോക്കാം. 2, 5, 9. അതായത് 2ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം. 2ൻ്റെ കൂടെ 3 കൂട്ടി, 5ൻ്റെ കൂടെ 4 കൂട്ടി. ആ ക്രമത്തിലാണ് ഈ ശ്രേണി പോയേക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത നോക്കാം. 3 കൂട്ടി 4 കൂട്ടി, അടുത്ത 5 കൂട്ടിയിട്ട് ഇവിടെ എഴുതുക. 9, 5, 14. ഇനി അടുത്ത 6 കൂട്ടിയിട്ട് അടുത്ത ഇവിടെ എഴുതുക. പിന്നെ 7 കൂട്ടിയിട്ട് അടുത്ത സംഖ്യ എഴുതുക. 8 കൂട്ടിയിട്ട് അടുത്ത സംഖ്യ എഴുതുക, 35. പിന്നെ 9 കൂട്ടിയിട്ട് അടുത്ത സംഖ്യ എഴുതുക, 44. പിന്നെ 10 കൂട്ടിയിട്ട് അടുത്ത സംഖ്യ എഴുതുക. 3 കൂട്ടി 4 കൂട്ടി 5 കൂട്ടി 6 കൂട്ടി 7 കൂട്ടി 8 കൂട്ടി 35, 44. പിന്നെ 10 കൂട്ടി 54. ഇനി അടുത്തത് 11 കൂട്ടിയിട്ട് എഴുതുക. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര പദമായി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 9ാം സംഖ്യയും 9ാം പദവും 10ാം പദവും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ എത്രയാണ്? 11 വരും. ഇങ്ങനെയാ ശ്രേണി പോയേക്കുന്നത്. അതായത് 2, 5, 9 ഇങ്ങനെ പോകുമ്പോൾ 2ഉം 3ഉം 5. 3 കൂട്ടി എഴുതി. 5ഉം 4ഉം 9. അപ്പം 3 കൂട്ടി 4 കൂട്ടി അങ്ങനെ കൂട്ടി 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 10 ടേം വരെ എഴുതണം. അപ്പം 10ാം ടേമും 10ാം പദവും 9ാം പദവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 11ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇങ്ങനെ എഴുതി നോക്കിയാൽ മതി. ഈ ശ്രേണി പോയ രീതിയിൽ കൂട്ടി കൂട്ടി എഴുതി നോക്കിയാൽ മതി. അപ്പം ഈ 9ാം പദം 54, 10ാം പദം 65. അത് തമ്മിലുള്ള വ്യത്യാസം അത് രണ്ടും കുറഞ്ഞ് 11ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ചുവടെ തന്നിരിക്കുന്ന സംഖ്യകൾ 3ന്റെ ഗുണിതം അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. A 73, B 78, C 63, D 33. ഒരു സംഖ്യ, ഒരു വലിയ സംഖ്യ, എത്ര വലിയ സംഖ്യ ആണെങ്കിലും അത് തന്നിട്ട് 3ന്റെ ഗുണിതമാണെന്ന് ചോദിച്ചാൽ ആ സംഖ്യകളിലെ അക്കങ്ങൾ കൂട്ടി നോക്കുക. അതായത് 73 എന്ന് പറഞ്ഞാൽ 7ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 10. 78 എന്ന് പറഞ്ഞാൽ 7ഉം 8ഉം കൂടെ കൂട്ടുമ്പോൾ 15.
63 എന്ന് പറഞ്ഞാൽ 6ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 9. തന്ന സംഖ്യകളുടെ എല്ലാ അക്കങ്ങൾ കൂട്ടി നോക്കുക. 33 എന്ന് പറയാൻ 3ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 6. ഇതില് 10, 15, 9, 6. അപ്പൊ ഈ 10 മാത്രം 3ന്റെ ഗുണിതമല്ല. 3ന്റെ ടേബിൾ ചെല്ലുമ്പോൾ കിട്ടുന്നതാണ് 3ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത്. 3ന്റെ ഗുണനപ്പട്ടിക ചെല്ലുമ്പോൾ കിട്ടുന്നത് ഇവിടെ 15 കിട്ടും. 3 5 15. 9 കിട്ടും. 3 3 9. ഇവിടെ 3 2 6 6. ഈ കൂട്ടി കിട്ടുന്നത് തന്നിരിക്കുന്ന സംഖ്യകളിലെ അക്കങ്ങൾ കൂട്ടുക. കൂട്ടി കിട്ടിയപ്പോൾ ഇവിടെ ഇതാണ് ശരി ഉത്തരം 73. 7ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 10 ആണ്. 10 3ന്റെ ഗുണിതം അല്ല. അതുകൊണ്ട് ഈ സംഖ്യകൾ കൂട്ടി നോക്കുക. 7 3 കൂടെ കൂട്ടുമ്പോൾ 10, 7 8 15, 6 3 9, 3 3 6. ഇതെല്ലാം കൂട്ടുമ്പോൾ ഓരോ സംഖ്യയുടെ അക്കങ്ങൾ കൂട്ടുമ്പോൾ 3ന്റെ ഗുണിതമാണ്. അല്ലാത്ത എന്നാ ചോദിച്ചാൽ 73 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇനി എ സമം x² + 2y, ബി സമം 2x² + 4y ആയാൽ a + b/3യുടെ വില കാണുക. അതായത് x² + 2y + 2² a + b/3 കാണുന്നത്. ഇത് a + b 2x². എയുടെയും ബിയുടെയും വില കൊടുക്കുക /3. ഇനി ഇങ്ങനെ വരുമ്പോൾ ലൈക്ക് ടേംസ് ഒരുപോലുള്ള പദങ്ങൾ, അതായത് x²ഉം 2x²ഉം അത് രണ്ടും കൂടെ ഒന്നിച്ച് കൂട്ടാം. x² മീൻസ് ഒരു x². ഒരു x² നമ്മൾ എഴുതുന്നില്ലെന്നുള്ള. ഒരു x²ഉം 2x² കൂട്ടുമ്പോൾ 3x² വരും. പിന്നെ ലൈക്ക് ടേംസ് ഏതാ? ഒരു +2y ഉണ്ട്, ഒരു +4y ഉണ്ട്. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ലൈക്ക് ടേംസ് അങ്ങനെ കൂട്ടാം. ഒരേപോലുള്ള പദങ്ങൾ 2yയും 4yയും കൂടെ കൂട്ടിയാൽ 6y / 3. ഈ മുകളിലത്തെ ടൈമിൽ രണ്ടിലും കോമൺ ഫാക്ടർ പൊതു ഘടകം 3 ഇനി വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 കട്ട് ചെയ്യാൻ പറ്റും. സമം മുകളിലെന്ത് വരും? 3 ഇൻറ്റു ബ്രാക്കറ്റിന് വെളിയിൽ എടുക്കും. ഇത് 2 ൽ 3 പൊതു ഘടകമാണ്. x². 3 ഇനി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ x² ഉള്ളൂ. പ്ലസ് 3 ഇനി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 2 ഉള്ള 3 × 2 അല്ലേ 6. 2y / 3. അതായത് ഈ 3ഉം 3ഉം കട്ട് ചെയ്യും. സമം x² + 2y. x² + 2y എന്താണ് തന്നിട്ടുണ്ട്? എ. x² + 2y എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി എ ആണ് ഉത്തരം വരുന്നത്. a + b/3. ഇത് കൂട്ടുക എഴുതുക. x² + 2y a + b/3. അപ്പോൾ ഈ ഒരു x², വെറും x² എന്ന് പറഞ്ഞാൽ ഒരു x² ആണ്. ലൈക്ക് ടേംസ് ഒരുമിച്ച് ചെയ്യുക. ഒരു x²ഉം 2x² കൂട്ടിയാൽ 3x². പിന്നെ 2y-യും 4y ലൈക്ക് ടേംസ് വൈയുള്ള ടേംസ് കൂട്ടിയാൽ 6y. 3x² + 6y. ഇതിൽ നിന്ന് 3x² + 6y/3. ഈ അംശത്തില് രണ്ടിടത്ത് 3 നമുക്ക് പൊതുവായിട്ട് ഇനി വെളിയിൽ എടുക്കാം പൊതു ഘടകമായിട്ട്. പിന്നെ ഇവിടെ ഒരു x² ഉണ്ട്. ഈ 6ന്റെ അവിടെ പിന്നെ എടുക്കാം 3 × 2 2y ഉള്ളത് /3. അപ്പം 3 3 ക്യാൻസൽ ആകും. പിന്നെ നമുക്കൊരു x² + 2y കിട്ടും. അതെന്ന് പറയുന്നത് എ ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം എ. ഇവിടെ ഇതാണ് ചോദ്യം. അതായത് കുറേ പോസിറ്റീവ് സംഖ്യകളും കുറേ നെഗറ്റീവ് സംഖ്യകളും തന്നിട്ടുണ്ട്. പോസിറ്റീവ് സംഖ്യകളെല്ലാം ഒന്നിച്ചങ്ങ് കൂട്ടുക. അതായത് 5 +5 +4 +3 +2 5 4 9 3 12 2 14 വരും. ഇനി മൈനസ് സംഖ്യകളെല്ലാം ഒന്നിച്ച് കൂട്ടിയിട്ട് മൈനസ് ചിഹ്നം കൊടുക്കുക. -1 -2 -3 -4 2 1 3 3 3 6 6 4 10 എല്ലാം മൈനസ് ആയതുകൊണ്ട് മൈനസ് ചിഹ്നം കൊടുത്താൽ 14 - 10 ഓപ്ഷൻ എ ആണ് ഉത്തരം. 4 ഓപ്ഷൻ എ ആണ് ഉത്തരം. പോസിറ്റീവ് സംഖ്യകളെല്ലാം ഒന്നിച്ച് കൂട്ടുക. നെഗറ്റീവ് സംഖ്യകളെല്ലാം കൂട്ടിയിട്ട് നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. പോസിറ്റീവ് സംഖ്യ 5 4 3 2 എല്ലാം കൂട്ടുമ്പോൾ 14 കിട്ടും. ഇനി -1 -2 -3 -4 ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് മൈനസ് ചിഹ്നം ഇടുക. അതായത് 4 കിട്ടും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇവിടെ ഓപ്ഷനിൽ നിന്ന് ഇട്ട് കൊടുക്കാം. ഓപ്ഷൻ ഇത് 6 ആണെന്ന് പരിഗണിച്ച് നോക്കിയാൽ മുത്തശ്ശൻ്റെത് വർഗത്തിൻ്റെ കൂടെ 6ന്റെ വർഗത്തിൻ്റെ കൂടെ 6 കൂടെ കൂട്ടണം. 6 വർഷം കഴിഞ്ഞ് 5ന്റെ ഗുണിതം വരണം. അതായത് 36 + 6 എന്ന് പറയുന്നത് 42 ആണ്. അത് 5ന്റെ ഗുണിതം അല്ല. അതുകൊണ്ട് ഓപ്ഷൻ എ അല്ല. ഇനി 8 ആയാലോ? 8 പരിഗണിച്ച് നോക്കാം. 8² + 6 6 വർഷം കഴിയുമ്പോൾ മുത്തശ്ശൻ്റെ പ്രായം സമം 64 + 6 എന്ന് പറയുന്നത് 70 ആണ്. 70 5ന്റെ ഗുണിതമാണ്. 5 മടങ്ങായിരിക്കും എന്ന് പറഞ്ഞ് 6 വർഷം കഴിയുമ്പോൾ. അതുകൊണ്ട് ഓപ്ഷൻ ബി 8 ആണ് ഉത്തരം. ഷോർട്ട് കട്ട് മെത്തേഡാണ്.
6 കൊടുത്ത് നോക്കാം. 6² അതിൻ്റെ വർഗവും 6ഉം കൂടെ കൂട്ടുന്നതായിരിക്കും മുത്തശ്ശൻ്റെ പ്രായം. 5 മടങ്ങാണോന്ന് നോക്കണം. ഇത് 5 മടങ്ങല്ല. 42 എന്ന് പറയുന്നത് 5ൻ്റെ ഗുണിതമല്ല. അതുകൊണ്ട് ഓപ്ഷൻ എ അല്ല. ഇനി 8 ഇട്ട് കൊടുത്ത് നോക്കാം. 8ൻ്റെ വർഗം 8² പ്ലസ് 6 വർഷം കൂടെ കഴിയുമ്പോൾ പ്ലസ് 6, അതായത് 64 പ്ലസ് 6 70. 5ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം 8. റെക്റ്റാങ്കിൾ എന്നത് എങ്ങനെയാണ് എഴുതിയേക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു ബന്ധം കാണുന്നുണ്ട്. ഒന്നര വിട്ടുള്ള അക്ഷരങ്ങൾ RSI, CDI, ABI, GHI, EFI. അതുപോലെ ഇപ്പോൾ ഒന്നര വിട്ടുള്ള അക്ഷരങ്ങൾ നോക്കാം. PQI, NOI, ABI, OPI. ഇനി അടുത്ത അക്ഷരം എങ്ങനെയാണ് പോയേക്കുന്നതെന്ന് നോക്കാം. EBI. അപ്പോൾ ഈ നമുക്ക് അങ്ങനെ ബി എന്ന് തന്നെ എഴുതാം. TQI തന്നിട്ടില്ലാത്തത് മാത്രം നമുക്ക് അങ്ങനെ എഴുതാം. NKI. അപ്പോൾ ഈ ഒരെണ്ണം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് G. ഇവിടെ ബാക്കോട്ടാണ് വന്നേക്കുന്നത്. BCDE കഴിഞ്ഞിട്ട് ബാക്കോട്ട് എണ്ണിയിട്ട് ബി എഴുതുക. 2 അക്ഷരം വിട്ടിട്ട് മൂന്നാമത്തെ. അതുപോലെ ഇപ്പോൾ ഇവിടുന്ന് ബാക്കോട്ട് എണ്ണുക. അതായത് ഡി വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി. DBOQ, BDPK. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇതേ റിലേഷൻ ഒന്നര വിട്ടുള്ള അക്ഷരങ്ങൾ തൊട്ടടുത്തടുത്ത അക്ഷരങ്ങൾ RS, CD, AB, GH, EF. ഇനി അടുത്തത് നമുക്ക് EB ആണ് ഇതിൽ തന്നിട്ടുണ്ട്. ഒന്നര വിട്ട അക്ഷരങ്ങൾ തൊട്ടടുത്തടുത്ത വരുന്നതല്ല, അല്ലാതുള്ളത്. EB ആണ്, TQ ആണ്, പിന്നെ NK ആണ് തന്നിട്ടുണ്ട്. പിന്നെ മറ്റത് ജിയുടെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇത് DEFG. ബാക്കോട്ട് എണ്ണിയിട്ടാണ് ഇവിടെ എഴുതുക. അതാ 2 അക്ഷരം വിട്ട് മൂന്നാമത്തെ അക്ഷരം ബാക്കോട്ട്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. QBOQ BDPK. ഇവിടെ ഇതാണ് ചോദ്യം. അതായത് കുറേ പോസിറ്റീവ് സംഖ്യകളും കുറേ നെഗറ്റീവ് സംഖ്യകളും തന്നിട്ടുണ്ട്. പോസിറ്റീവ് സംഖ്യകളെല്ലാം ഒന്നിച്ചങ്ങ് കൂട്ടുക. അതായത് 5 + 5 + 4 + 3 + 2. 5 4 9 3 12 2 14 പേര്. ഇനി മൈനസ് സംഖ്യകളെല്ലാം ഒന്നിച്ച് കൂട്ടിയിട്ട് മൈനസ് ചിഹ്നം കൊടുക്കുക. -1 -2 -3 -4 2 1 3 3 3 6 6 4 10. എല്ലാം മൈനസ് ആയതുകൊണ്ട് മൈനസ് ചിഹ്നം കൊടുത്താൽ മതി. 14 - 10. ഓപ്ഷൻ എ ആണ് ഉത്തരം. 4. ഓപ്ഷൻ എ ആണ് ഉത്തരം. പോസിറ്റീവ് സംഖ്യകളെല്ലാം ഒന്നിച്ച് കൂട്ടുക. നെഗറ്റീവ് സംഖ്യകളെല്ലാം കൂട്ടിയിട്ട് നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. പോസിറ്റീവ് സംഖ്യ 5 4 3 2 എല്ലാം കൂട്ടുമ്പോൾ 14 കിട്ടും. ഇനി -1 -2 -3 -4 ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് മൈനസ് ചിഹ്നം ഇടുക. അതായത് 4 കിട്ടും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇവിടെ ഓപ്ഷനിൽ നിന്ന് ഇട്ട് കൊടുക്കാം. ഓപ്ഷൻ ഇത് 6 ആണെന്നൊന്ന് പരിഗണിച്ച് നോക്കിയാൽ മുത്തശ്ശൻ്റെത് വർഗത്തിൻ്റെ കൂടെ 6ൻ്റെ വർഗത്തിൻ്റെ കൂടെ 6ഉം കൂടെ കൂട്ടണം. 6 വർഷം കഴിഞ്ഞ് 5ൻ്റെ ഗുണിതം വരണം. അതായത് 36 + 6 എന്ന് പറയുന്നത് 42 ആണ്. അത് 5ൻ്റെ ഗുണിതം അല്ല. അതുകൊണ്ട് ഓപ്ഷൻ എ അല്ല. ഇനി 8 ആയാലോ? 8 പരിഗണിച്ച് നോക്കാം. 8² + 6 വർഷം കഴിയുമ്പോൾ മുത്തശ്ശൻ്റെ പ്രായം സമം 64 + 6 എന്ന് പറയുന്നത് 70 ആണ്. 70 5ൻ്റെ ഗുണിതമാണ്. 5 മടങ്ങായിരിക്കും എന്ന് പറഞ്ഞ് 6 വർഷം കഴിയുമ്പോൾ. അതുകൊണ്ട് ഓപ്ഷൻ ബി 8 ആണ് ഉത്തരം. ഷോർട്ട് കട്ട് മെത്തേഡാണ്. 6 കൊടുത്ത് നോക്കാം. 6² അതിൻ്റെ വർഗവും 6ഉം കൂടെ കൂട്ടുന്നതായിരിക്കും മുത്തശ്ശൻ്റെ പ്രായം. 5 മടങ്ങാണോന്ന് നോക്കണം. ഇത് 5 മടങ്ങല്ല. 42 എന്ന് പറയുന്നത് 5ൻ്റെ ഗുണിതമല്ല. അതുകൊണ്ട് ഓപ്ഷൻ എ അല്ല. ഇനി 8 ഇട്ട് കൊടുത്ത് നോക്കാം. 8ൻ്റെ വർഗം 8² പ്ലസ് 6 വർഷം കൂടെ കഴിയുമ്പോൾ പ്ലസ് 6, അതായത് 64 + 6 70. 5ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം 8. ഇവിടെ 7.2 -3.03 ആദ്യം കുറയ്ക്കാം നമുക്ക്. 3.03 ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. ബോറ ചെയ്യുക. ഇവിടെ 1 4.17. അതിൽ നിന്ന് വീണ്ടും 2.002 കുറയ്ക്കുക. ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. ഇങ്ങോട്ട് ബോറ ചെയ്യുക.
6 8 10 ൽ നിന്ന് 2 പോവുക 8 6 ൽ നിന്ന് 0 പോവുക 6 1 4 ഇവിടെ പോയിൻ്റ് 4 ൽ നിന്ന് 2 പോവുക 2 2.16 വരും. ഇത് കൂടെ പറയാം 7.2 നിന്ന് 3.03 കുറയ്ക്കുക. അതായത് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ബോറോ ചെയ്യുമ്പോൾ ഇവിടെ 10 ഇവിടെ 1 10 ൽ നിന്ന് 3 പോവുക 7 1 ൽ നിന്ന് 0 പോവുക 4.17. ഇനി അതിൽ നിന്ന് വീണ്ടും നമുക്ക് 2.002 കുറയ്ക്കാം. 2.002 ഇവിടെ സംഖ്യ ഇല്ലാത്തതുകൊണ്ട് ഒരു 0 ഇട്ട് കൊടുക്കുക. കുറയ്ക്കുക. ഇവിടുന്ന് ബോറോ ചെയ്ത് ഇവിടെ വരുമ്പോൾ ഇവിടെ 10 ഇവിടെ 6 10 ൽ നിന്ന് 2 പോവുക 8 6 ൽ നിന്ന് 0 പോവുക 6 0 പോവുക 1 4 ൽ നിന്ന് 2 പോവുക 2.168 വരും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ എത്തിക്കുക. ശ്രീമാത്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.